അല്ലെങ്കിൽ തന്നെ സ്വാതി എന്തിനാ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നേ? എന്തിനാണെന്നോ? കൊള്ളാം, ഇതുവരെ ആർക്കും ഒന്നും മനസ്സിലായില്ലേ? അത് തന്നെയാ ഇവളുടെ ഏറ്റവും വലിയ മിടുക്കും. ഗൗരി, ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് വ്യക്തമായ തെളിവും സാക്ഷികളും വേണം. അങ്ങനെ എന്തായാലും നിന്റെ കയ്യിലുണ്ടോ? തെളിവും സാക്ഷിയൊക്കെ പോലീസുകാരെ നോയിക്കോളും. ഇവള് കൊട്ടേഷൻ കൊടുത്ത് നന്ദിനിയെ തട്ടിക്കൊണ്ടു പോയതാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് രാജുവേട്ടാ. എന്താണ് നീ പറഞ്ഞത്? നിന്റെ ഈ ദുഷിച്ച നാവിന്ന് ഇനി ഒരു അക്ഷരം പുറത്തേക്ക് വന്നാലുണ്ടല്ലോ. എന്ത് ചെയ്യും? ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. നന്ദിനിയുടെ കുഞ്ഞ് ഈ വീട്ടിൽ ആദ്യം ജനിക്കുന്നത് തടയാൻ വേണ്ടി തന്നെയായിരിക്കും ഇവൾ ഈ ദുഷ്ടപ്രവൃത്തി എല്ലാം ചെയ്തത്. തല്ലിക്കോ? എന്തിനാ നിർത്തിയത്? ഇനി എന്നെ തല്ലിക്കോ. എന്നെ തല്ലിക്കൊന്നാലും ഞാൻ സത്യം മാത്രമേ പറയൂ. എന്തുകൊണ്ടാ ഇവള് മാത്രം നന്ദിനിയെ കണ്ടത്? ഇവള് മാത്രം നന്ദിനിയോട് സംസാരിച്ചു പോലും. എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കിക്കോ. നാളെ ജീവനില്ലാത്ത അവസ്ഥയില് നന്ദിനിയെ എവിടെന്നെങ്കിലും കിട്ടിയാ അതിന് ഉത്തരവാദി ഇവള് മാത്രമായിരിക്കും. എടി, എവിടെന്നായാലും അവളെ ജീവനോടെ കണ്ടെത്തി നിന്റെ മുമ്പിൽ നിർത്തും ഞാൻ. നീ പറഞ്ഞതാണ് സത്യമെന്ന് അവള് സമ്മതിച്ച പിന്നെ സ്വാതി ഈ വീട്ടിലുണ്ടാവില്ല. പക്ഷെ സത്യം ഇതല്ലാന്ന് നന്ദിനി പറഞ്ഞ, എനിക്കിതിൽ ഒരു പങ്കുമില്ലാന്ന് തെളിഞ്ഞ, പിന്നെ നീയും നിന്റെ ഭർത്താവും ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല. മനസ്സിലായോടി? എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാ. പിന്നെ ഇവിടെ ഒരു നിമിഷം താമസിക്കാൻ പോലും ഇവളെ അനുവദിക്കില്ല ഞാൻ. പിടിച്ചിറക്കി ഗേറ്റിന് വെളി കളയും ഞാൻ. കേട്ടോടി? പാടന്നില്ലേ? ഗൗരി, താൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അവസാനം നമ്മൾ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുമോ? ഈശ്വര, മാടമ്പള്ളിയിലെ മനോരോഗി പിന്നെയും പുറത്ത് ചാടിയോ? നമ്മൾ ഇന്ന് ആഘോഷിക്കേണ്ട ദിവസം. എടോ, താൻ എന്തൊക്കെ പറയുന്ന വല്ല വിചാരമുണ്ടോ? ഒന്നിനും സമ്മതിക്കരുത്. അതിനിപ്പോ എന്ത് വേണം? എന്താ ഞാൻ പറഞ്ഞൊക്കെ തിരുത്തി പറയണമെന്ന് തോന്നുന്നുണ്ടോ? രാജുവേട്ട ഉണ്ടോന്ന്? ദേ, ഞാൻ ഇവിടെ പലതും പറയും, പലതും പ്രവർത്തിക്കും. അതിനൊക്കെ എന്റെ കൂടെ നിന്നോണം. ഇല്ലെങ്കിലേ വല്ല വിഷവും നിന്ന് കൊന്നുകളയും ഞാൻ. ഈശ്വര, ചെകുത്താനും കടലിനിടയിലായാലും ഈ ഭ്രാന്തിയുടെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കും? എന്താ വല്ലതും പറഞ്ഞോ? ഇല്ല, ഞാൻ എന്ത് പറയാൻ? ഒന്നും പറയണ്ട. ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാ മതി. മനസ്സിലായോ? അല്ലാതെ എനിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞ ഭർത്താവാണെന്നൊന്നും ഞാൻ നോക്കില്ല. നിങ്ങളെ കൊന്നിട്ടെ വിധവയാവുന്നതിനൊന്നും എനിക്ക് ഒരു മടിയുമില്ല. പറഞ്ഞേക്കാം. ഇത് ശരിക്കും മുഴു ഭ്രാന്ത് തന്നെ. എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്നാ തോന്നുന്നത്. ഈശ്വര, രക്ഷിക്കണേ.
എന്തുകൊണ്ടാ ഇവള് മാത്രം നന്ദിനിയെ കണ്ടത്? ഇവള് മാത്രം നന്ദിനിയോട് സംസാരിച്ചു പോലും. എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നാളെ ജീവനില്ലാത്ത അവസ്ഥയില് നന്ദിനിയെ എവിടെന്നെങ്കിലും കിട്ടിയാ അതിന് ഉത്തരവാദി ഇവള് മാത്രമായിരിക്കും. ഹലോ, ഏറാടിയങ്കൾ. മോളെ, വിവരങ്ങളൊക്കെ ഞാനിപ്പോഴാ അറിഞ്ഞത്. നന്ദിനിയെ പറ്റി വിവരം വല്ലതും ഉണ്ടോ മോളെ? ഒരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇവിടെ എല്ലാവരും ഇപ്പോ കുറ്റപ്പെടുത്തുന്നത് എന്നെയാ. ഞാൻ കാരണമാണ് നന്ദിനി ഇറങ്ങിപ്പോയതെന്നാ കുറ്റപ്പെടുത്തുന്നത്. അച്ഛന് പോലും എന്നെ ഇപ്പൊ വിശ്വാസമില്ല. സാരമില്ല, അവര് പറയുന്നൊന്നും മോള് കാര്യാക്കണ്ട. മോളുടെ മനസാക്ഷിക്ക് മുന്നിൽ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് മോൾക്ക് നല്ല നിശ്ചയമുണ്ടല്ലോ, അത് മതി. എനിക്കിപ്പോ അച്ഛനെ ഓർമ്മ വരും അങ്കിളെ. മോള് സമാധാനായിരിക്കേ. ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. എന്റെ കുടുംബത്തിന് ജീവനെ പോലെയാ ഞാൻ സ്നേഹിച്ചത്. അതിലെ ഒരു കല്ല് പോലും ഇളകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അങ്കിളെ. നന്ദിനെ തിരിച്ചു കിട്ടുന്നത് വരെ എനിക്ക് ഒരു സമാധാനവും ഇല്ല. എന്റെ വഴിയിൽ ഞാനും അന്വേഷിക്കാം. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ മോളെ അറിയിക്കാം. ശരി അങ്കിളെ. സ്വാതി, തന്നെ ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു. താനെന്താ ആരോടൊന്നും പറയാതെ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഡോ, ദേ, താൻ ഇങ്ങനെ ധൈര്യം കൈവിടല്ലേ. നന്ദിനെ നമുക്ക് തിരിച്ചു കിട്ടും, എനിക്കത് ഉറപ്പാ. എങ്ങനെ? എന്റെ കയ്യെത്തും ദൂരത്ത് വന്ന് പെട്ടിട്ടും അവളെ രക്ഷിക്കാൻ കഴിയാത്തവളല്ലേ ഞാൻ? സ്വാതിയുടെ വാക്കിന് ഇനി എന്ത് വിലയാ ഉള്ളത്? ഏട്ടന് പോലും ഇപ്പൊ എന്നോട് വെറുപ്പ് തോന്നുന്നില്ലേ? ഏയ്, അതൊക്കെ തന്റെ തോന്നല. താൻ വാ. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്നാ ഓരോന്നാലോചിച്ച് കൂടുതൽ ടെൻഷൻ ആവുകയുള്ളൂ. വാടോ. അച്ഛനും ഗിരിയും വിഷമം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി താൻ ഇങ്ങനെ ഡെസ്പാവല്ലേ. ദേ, നന്ദിനിയെ ഒരു കുഴപ്പവും കൂടാതെ നമുക്ക് തിരിച്ചു കിട്ടും. നന്ദിനി മാത്രമല്ലല്ലോ ഏട്ടാ, ഒരു കുഞ്ഞു ജീവനും കൂടെ അവളുടെ ഉള്ളിലില്ലേ? അതിനൊന്നും സംഭവിക്കരുതെന്നാ ഇപ്പൊ എന്റെ പ്രാർത്ഥന. ഡോ, ഒന്നും സംഭവിക്കില്ല. താൻ വാ. രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. മാഡം ഇന്നിത്തിരി കൂടുതൽ സന്തോഷത്തിലാണല്ലോ. എന്റെ സന്തോഷത്തിന് അളവില്ല ഡാനി. അത്രയ്ക്ക് ദയനീയമായ അവസ്ഥയിലാണ് സ്വാതി. നന്ദിനിയെ കാണാതായത് അവളുടെ മാത്രം തലയിലാണിപ്പോ. ഈ അവസരം നന്നായിട്ട് ഉപയോഗിച്ച സ്വാതിയുടെ വീട്ടിൽ എല്ലാം തകരും. എല്ലാവരും അവളെ വെറുക്കും. മാഡം പറയൂ, നമ്മൾ ഇനി എന്ത് ചെയ്യണം? കാണാതായ നന്ദിനിക്ക് ഒരു ചെറിയമ്മയുണ്ട്. ഡാനി അവരെ ചെന്ന് കാണണം. എനിക്കറിയാം മാഡം, ആ സ്ത്രീയെ. പണത്തിനോട് വലിയ ആർത്തിയുള്ള സ്ത്രീ അവര്. അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്റെ കയ്യിലുണ്ട്. പണത്തോടുള്ള ആർത്തി അതും മാത്രം മതി നമുക്ക് അവരെ വശത്താക്കാൻ. അവരോട് ഞാൻ എന്താ പറയേണ്ടത്? പറയുകയല്ല, കൂടെ നിന്ന് ചെയ്യിക്കണം. സ്വാതിക്കെതിരെ അവരെ കൊണ്ട് കേസ് കൊടുപ്പിക്കണം. ലോക്കൽ സ്റ്റേഷനിൽ കൊടുക്കരുത്, ACP ഓഫീസിൽ കൊടുത്താൽ മതി. അതിന് ACP നമ്മൾ പറഞ്ഞാ കേക്കൂ? മാഡം എന്താ ചിരിക്കുന്നത്? ACP ഞാൻ പറഞ്ഞാ കേൾക്കുമെന്ന് മാത്രമല്ല, നമുക്ക് വേണ്ടിയാ അവൾ ഇവിടെ ഇപ്പോ ചാർജ് എടുത്തിരിക്കുന്നത് വരെ. ACP വൈശാഖി വർമ്മ.
ആളൊരു പുലിക്കുട്ടിയാ. സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു തന്ന് കൂടെ നിൽക്കും. ഇനി അവളുടെ മനസ്സിൽ ഒരാളോട് ശത്രുത തോന്നിയാൽ ആള് ഭയങ്കരയാണല്ലോ മാഡം. ACP വൈശാഖി വർമ്മയ്ക്ക് മുന്നിലേക്കാണ് നന്ദിനിയുടെ ചെറിയമ്മയെ കൊണ്ടെത്തിക്കേണ്ടത്. ബാക്കി അവര് നോക്കിക്കൊള്ളും. ഞാൻ കിടന്ന അതേ ലോക്കപ്പ്, അവിടെ നിന്ന് തന്നെ ആവട്ടെ സ്വാതിയുടെ ജയിൽവാസത്തിന്റെ തുടക്കം. ഗിരിയെ ഞങ്ങൾ കണ്ടില്ലച്ചാ. ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും അവൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മറ്റെവിടേക്കോ പോയി. അവളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടാണോ അവൻ പോയത്? അതൊന്നും അറിയില്ലച്ചാ. എന്നാലും ആരായിരിക്കും നമ്മളോട് ഇത് ചെയ്തത്? എന്തിനായിരിക്കും അവർ നന്ദിനിയെ പിടിച്ചോണ്ട് പോയത്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വര. നമ്മൾ എന്തു പറഞ്ഞ് ഗിരിയെ സമാധാനിപ്പിക്കും? എന്റെ തൊട്ടടുത്തുനിന്ന് അവളിങ്ങനെ കൊണ്ടുപോയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. എനിക്കൊന്നും രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. എങ്ങനെ രക്ഷിക്കും? നീ കാരണമല്ലേ അവൾ ഈ വീട്ടിൽ നിന്ന് പോയത്. ഗൗരി, പറയട്ടെ അച്ഛാ, കുറ്റപ്പെടുത്താനും കുത്തി നോവിക്കാനും ഇതിനേക്കാൾ പറ്റിയൊരു അവസരം കിട്ടില്ലെന്ന് ഇവൾക്ക് നന്നായിട്ട് അറിയാം. നിന്നെ കുറ്റപ്പെടുത്തിയതിൽ എന്താ തെറ്റ്? നിന്റെ വിഗ്രഹം കാണാതെ പോയതിനല്ലേ എല്ലാരും കൂടി അവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത്. അവളെ ഇവിടെ നിന്ന് അടിച്ചോടിക്കാൻ നീ നടത്തിയ നാടകം അങ്ങ് വിജയിച്ചു. ഗൗരി, ഇതുവരെ നീ എനിക്കെതിരെ പറഞ്ഞതും ചെയ്തതും എല്ലാം ഞാൻ ക്ഷമിച്ചു. വീണ്ടും വീണ്ടും നീ എനിക്കെതിരെ ഇല്ലാ കഥ മെനഞ്ഞ് കേറിയ എല്ലാവരുടെ മുന്നിൽ വെച്ച് നിയന്ത്രണം വിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തെന്ന് വരും. നിലതെറ്റി നിക്ക ഇവിടെ എല്ലാവരും. അതിനിടയിലേക്ക് തീപ്പന്തം കത്തിച്ചെറിയരുത്. ഗൗരി, നന്ദിനിയെ കാണാതായതില് ഞങ്ങൾക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ ഇങ്ങനെ സ്വാതിയെ കുറ്റപ്പെടുത്തരുത്. അത് ഞങ്ങൾക്കാർക്കും സഹിക്കില്ല. പിന്നെ നന്ദിനി എവിടെ പോയി? ഇവിടുന്ന് ഇറങ്ങിപ്പോയ നന്ദിനിയെ കണ്ടതും സംസാരിച്ചതും ദേ ഇവള് മാത്രമാ. ഗിരി എത്തിയപ്പോഴേക്കും അവളെ ഹോസ്പിറ്റലിൽ കാണാനുമില്ല. അവളെന്താ അന്തരീക്ഷത്തിൽ അലിഞ്ഞുപോയോ? നന്ദിനിക്ക് എന്ത് സംഭവിച്ചു ഇവൾക്ക് മാത്രമേ അറിയുള്ളൂ. അവളെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകളും ഇവളും കൂടെ ഒത്തുകളിച്ചാണെങ്കിലോ? എന്തിന് സ്വാതി അങ്ങനെ ചെയ്യണം? വെറുതെ ഇല്ലാവചനം പറയരുത്. അവള് ഗർഭിണിയായതിൽ സന്തോഷിച്ച് മതി മറന്ന് ആഹ്ലാദിച്ചവളാ സ്വാതി. പക്ഷെ അതില് സന്തോഷമില്ലാതിരുന്നത് നിനക്ക് മാത്രം. ആ കുഞ്ഞ് ഈ വീട്ടിൽ ജനിക്കരുതെന്ന് മനസ്സിൽ ആഗ്രഹിച്ചതും നീയാ. ഇനിയൊരു അക്ഷരം മിണ്ടിയാ എന്തായടാ മോനെ, എന്തെങ്കിലും വിവരം കിട്ടിയോ? പോലീസുകാരെന്താ പറഞ്ഞേ? അവരന്വേഷിക്കുന്നുണ്ട്. എല്ലായിടത്തും മെസ്സേജും കൊടുത്തിട്ടുണ്ട്. മുക്കിലും മൂലയിലും പോലീസ് അവളെ തെരഞ്ഞുകൊണ്ടിരിക്കുക. എന്റെ നന്ദിനിയും അവളുടെ വയറ്റിലെ ഞങ്ങളുടെ കുഞ്ഞും. ആർക്കായിരുന്നു അവരോട് ഇത്ര വിരോധമെന്ന് എനിക്കറിയില്ല. നാണമില്ലടാ നിനക്ക് ഇങ്ങനെ നിന്ന് മോങ്ങാൻ. നിന്റെ ഭാര്യയും കുഞ്ഞും നഷ്ടപ്പെട്ടതിന്റെ ഉത്തരവാദിയെ ദാ ഇവളെ ഒറ്റ ഒരുത്തിയാ. ഗൗരി, നീ അകത്ത് പോ. ഇവിടെ നിന്ന് നീ ആരെയും കുറ്റപ്പെടുന്ന വാക്കുകൾ പറയരുത്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. നിങ്ങളൊക്കെ പറഞ്ഞത് ശരിയാ. എന്റെ കുഞ്ഞ് ഈ വീട്ടിൽ ജനിക്കണമെന്നേ ഞാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി ഞാൻ വാശി പിടിച്ചു. അതിന് എന്റെ മനസ്സിൽ മാത്രമാണോ ആഗ്രഹം ഉണ്ടായിരുന്നത്? ഇവളുടെ മനസ്സിലല്ലേ ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടായിട്ടുള്ളത്. അതിനല്ലേ നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചത്. എന്നിട്ട് സ്വാതിയുടെ വിഗ്രഹം കാണാതായപ്പോ കുറ്റവാളി ആക്കിയത് നന്ദിനി. എന്തിനു വേണ്ടി? അവൾ അത് എടുത്തിട്ടില്ലെന്ന് കാല് പിടിച്ച് പറഞ്ഞതല്ലേടാ ഗിരി. എന്നിട്ട് നീ വിശ്വസിച്ചോ? ഈ നിൽക്കുന്ന ആരെങ്കിലും വിശ്വസിച്ചോ? ഒടുവിലിപ്പോ ആരോ ഗർഭിണിയായ അവളെ തട്ടിക്കൊണ്ടുപോയി പോലും.
ഇതെല്ലാം ഇവളുടെ നാടകം തന്നെയാ. ഇതിനുള്ള മറുപടി പറയേണ്ടത് ഇവള് മാത്രോ. ഗൗരി മതി, എനിക്കിനി ഒന്നും കേൾക്കാനുള്ള ശക്തിയില്ല. നീ ഒന്ന് പോകുന്നുണ്ടോ? ആദ്യം മരിച്ച മനസ്സുമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇനി എന്റെ ബാക്കി ജീവനോട് വേണോ നിനക്ക്? നിന്റെ ജീവൻ എടുക്കാനുള്ളവരൊക്കെ നിന്റെ ഒപ്പം തന്നെ ഉണ്ടടാ മോനെ. നീ സൂക്ഷിച്ചോ. അയ്യോ, ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് നിന്റെ ബാക്കി ജീവനും കൂടെ പോണ്ട. ഗിരി, എന്നെ അവള് കുറ്റപ്പെടുത്തിയതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല. പക്ഷെ നീ സങ്കടപ്പെടരുത്. നന്ദിനിയെ നമുക്ക് തിരിച്ചു കിട്ടും. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. എനിക്കറിയില്ല. എന്റെ കുഞ്ഞ് വേദേ, ഇത്രയ്ക്ക് പക നിന്റെ മനസ്സിൽ സ്വാതിയോടുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. നിനക്കറിയാത്ത പലതും ഉണ്ട് വൈശാഖി. ആ വീട്ടിൽ എനിക്ക് പകരം നീലിന്റെ ഭാര്യയായിട്ട് വന്നവളാ സ്വാതി. ഇന്ന് സ്വാതിയെ സ്നേഹിക്കുന്നതിനേക്കാൾ 100 ഇരട്ടി സ്നേഹം നീൽ എനിക്ക് നൽകിയിട്ടുണ്ട്. പിന്നെങ്ങനാ നീയും നീലും തമ്മിൽ അകന്നത്? വിധി, അല്ലാതെന്ത്. വിവാഹം കഴിക്കുന്ന പെണ്ണ് 1 വർഷത്തിനകം മരിച്ചു പോകും എന്നായിരുന്നു ജാതകം നോക്കിയ ജ്യോത്സ്യം പറഞ്ഞത്. ആദ്യം കഴിക്കുന്ന കല്യാണം അതാരെയാണെങ്കിലും ഒഴിഞ്ഞു പോകും. മരണം മൂലമോ സ്വാഭാവികമായി ഉണ്ടാകുന്ന വേർപിരിയൽ മൂലമോ. രണ്ടാമത് കെട്ടുന്ന സ്ത്രീയോടൊപ്പമായിരിക്കും തനിക്ക് ദാമ്പത്യം തുടരാൻ കഴിയുക. എന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് എന്റെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് പകരം 1 വർഷത്തേക്ക് നീൽ വിവാഹം കഴിച്ചതാണ് സ്വാതി. നീലും ഞാനും തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴം ഏറ്റവും കൂടുതൽ അറിയാവുന്നവരിൽ ഒരാൾ സ്വാതിയായിരുന്നു. ശപിക്കരുത്. അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റ് എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പുറത്ത് മാപ്പ് തരണം. മാപ്പ് തരാനോ? നിനക്കോ? നീ എന്റെ ശത്രുവാ. എന്റെ നീലിനെ എന്നെ ഇന്ന് തട്ടിയെടുത്ത ശത്രുവാ. നിന്നോട് ഞാൻ ക്ഷമിക്കില്ല, ഒരിക്കലും ക്ഷമിക്കില്ല. ഒന്നും മനഃപൂർവ്വമല്ല, എല്ലാം സംഭവിച്ചു പോയതാ. നീല് വന്ന് പറഞ്ഞപ്പോ ഞാൻ എന്താ നിർത്തിക്കളഞ്ഞത്? വാക്കുകൾ കിട്ടുന്നില്ലേ? നീല് വന്ന് പറഞ്ഞപ്പോ പിന്നെ ഒന്നും ഓർത്തില്ല, ചാടി അങ്ങോട്ട് ഇറങ്ങി. നീ എന്താ എന്റെ അവസ്ഥയെന്ന് ഓർത്തോ? ഇല്ല, കാരണം നിനക്ക് നിന്റെ ഭാവിയായിരുന്നു വലുത്. എന്റെ അവസ്ഥ എപ്പോഴെങ്കിലും ഉണ്ടാവണം, അപ്പോഴേ നീ പഠിക്കും. പറ്റിപ്പോയി. വേണമെങ്കിൽ ഈ നിമിഷം ഞാൻ മാറിത്തരാം. 1 വർഷം കഴിഞ്ഞിട്ടും നീലിന്റെ ഭാര്യ മരിച്ചില്ല. അപ്പോ സ്വാതി തന്നെ കഥ മാറ്റി എഴുതി. പകരക്കാരിയായി വന്നവൾ പെർമനന്റ് ആയി. പക്ഷേ
എന്റെ മനസ്സിൽ നീലിന് പകരം വെക്കാൻ മറ്റൊന്നിനും കഴിയില്ലായിരുന്നു. എന്റെ അച്ഛനും അമ്മയും എല്ലാവരും എതിർത്തിട്ടും ഞാൻ നീലിനെ മാത്രം സ്നേഹിച്ചു. അവനുമായിട്ടുള്ള അടുപ്പം വേണ്ട വേണ്ടാന്ന് കാല് പിടിച്ച് ഞാൻ പറഞ്ഞതാ, കേട്ടില്ല. എന്നിട്ട് എന്തായി? നാറിയില്ലേ? നാറ്റിച്ചില്ലേ അവൻ? നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുമ്പില് തല ഉയർത്തി നടക്കാൻ പറ്റാതായി നീ കാരണം. അവൻ കല്യാണം കഴിച്ച് വേറെയായി. എന്നിട്ട് നിന്റെ മനസ്സിൽ നിന്ന് അവൻ പോയില്ലെന്ന് ഓർക്കുമ്പോഴാ സങ്കടം. പിന്നെങ്ങനെ നീ ഗിരിയുടെ ഭാര്യയായി ആ വീട്ടിലെത്തി? നീൽ നഷ്ടപ്പെടുന്നത് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. നീലിനെ കാണാതിരിക്കാനും എനിക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ നീലിനരികിൽ എത്താനുള്ള ഒരു വഴി ഗിരി മാത്രമാണെന്ന് എനിക്ക് ബോധ്യമായി. അങ്ങനെയാണ് ഗിരിയെ വിവാഹം കഴിച്ച് ഞാൻ ആ വീട്ടിൽ കയറിയത്.